ഹലോ ഓൾ, വെൽക്കം ടു മൊണാലിസ ക്രോഷേ. ഞാനിന്ന് ക്രോഷേ യൂസ് ചെയ്തിട്ട് ഒരു ബാഗ് ഉണ്ടാക്കി. അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പം ആദ്യം ഞാൻ ചെയ്തത് ഇങ്ങനെയുള്ള സ്ക്വയർ ഡിസൈൻസ് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്ക്വയർ ഡിസൈൻ ഉണ്ടാക്കിയതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളാണ് വൂളും, പിന്നെ നോർമൽ വൂളാണ് ഞാൻ യൂസ് ചെയ്തത്, പിന്നെ നെറ്റ്, പിന്നെ ഈ യെല്ലോ ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം യെല്ലോ വൂളാണല്ലോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഈ യെല്ലോ ക്ലോത്ത് യൂസ് ചെയ്തത്. അപ്പോൾ ആ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് സ്റ്റിഫായിട്ട് ഇരിക്കും, നമ്മുടെ ബാഗിന് ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്തത്. ഇപ്പം ഞാനൊരു നീഡിൽ യൂസ് ചെയ്തിട്ട് ഓരോ സ്ക്വയർ ഡിസൈനും തുന്നി ചേർക്കുകയാണ്. തുന്നി ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കട്ടിയായിട്ട് നല്ല ശക്തിയോടുകൂടി തന്നെ തുന്നാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബാഗിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പം പിന്നീട് അത് പിന്നി പുറത്തേക്ക് വരാൻ ഉള്ള അവസ്ഥ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്ക്വയർ ഡിസൈനും ശക്തിയായി തുന്നി ചേർക്കുന്നത്. അപ്പം അതാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ക്വയർ ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിലുണ്ട്. ഞാനിത് അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ തുന്നിയത്. നല്ല ഭംഗിയായ ബാഗ് തുന്നി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ തുന്നി വെച്ചതിന് ശേഷം അതിന് നമ്മൾ ഈ കുറച്ചും കൂടി സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റിൻ്റെ ഇതിലോട്ട് നമ്മൾ തുന്നി ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നെറ്റിൻ്റെ ഫ്രെയിം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഓരോ ഷീറ്റും നമ്മൾ വൈറ്റ് വൂള് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക. വേറെ വൂള് നിങ്ങൾ എടുക്കണ്ട, കാരണം വൈറ്റ് ആകുമ്പം ആ കളറിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് വർക്ക് ചെയ്യുമ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വൂളിൻ്റെ കളറ് നമ്മൾ ഏത് നൂലാണോ എടുക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. കോൺട്രാസ്റ്റായ കളർ എടുക്കുമ്പം അത് അത്ര കണ്ടൊരു ഭംഗി നമ്മളെ വർക്കിന് തരില്ല. ഓക്കെ, ഇനി ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ തുന്നി ചേർത്ത വൂളിൻ്റെ സ്ക്വയർ പീസുകൾ നമ്മൾ നെറ്റിലോട്ടേക്ക് തുന്നി ചേർത്തല്ലോ. അതിന് ശേഷം ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടാവുക. അപ്പം ബാഗിന് ആ ഒരു സ്റ്റിഫായിട്ടുള്ള ഇത് കിട്ടും. ഇപ്പം നമ്മുടെ എല്ലാ സാധാരണ ബാഗിലൊക്കെ കണ്ടിട്ടില്ലേ, ഉള്ളിൽ വേറൊരു ക്ലോത്ത് ഉണ്ടാവും. അപ്പം ഉൾഭാഗത്ത് അതാണ് നമ്മളിപ്പം തുന്നി ചേർക്കുന്ന മഞ്ഞ കളറുള്ള ഒരു തുണി. വളരെ നേരിയ ഒരു തുണിയാണ്. അതുപോലെ നമ്മൾ ഏത് കളറാണോ ബാഗിന് ചൂസ് ചെയ്യുന്നത് ആ കളറ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാഗിന് ഒരു ഭംഗി കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ തുന്നി ചേർത്തതിന് ശേഷം ഇതാ നമ്മൾ പുറത്ത് ഒന്നും കൂടി ചേർക്കുകയാണ്. ഇത് നമ്മൾ ചെറുപ്പത്തിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കളിക്കാറില്ലേ, അതുപോലെയാണ്. നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് അസംബിൾ ചെയ്യുകയാണ്. ഇവിടെ അസംബ്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇതുപോലെ നമ്മൾ തുന്നിയ വളരെ ബേസിക്കായ സ്റ്റിച്ചസാണ് ഇതെല്ലാം. അങ്ങനെ നമ്മുടെ ബാഗ് റെഡിയായി. ഭംഗിയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാൻ പറ്റും. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫ്രം ഹർ ഹാൻഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനിത് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പേജ് വിസിറ്റ് ചെയ്ത് നോക്കാം, ഫോളോ ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.